ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോൾട്ടൺ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്നതായിട്ടുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായിട്ടുള്ള കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് അല്പസമയം ധ്യാനിപ്പാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയതായിട്ടുള്ള 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായ 2 വിഷയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതായുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുന്നത് മരിച്ചവർ, ജീവിക്കുന്നവർ, അഥവാ മരണം, ജീവൻ, ഈ 2 അവസ്ഥകളെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ്. മരണം എന്നുള്ള വിഷയം എല്ലാ മനുഷ്യജാതിയും ഭയപ്പെടുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് വേർപെടുന്നതായിട്ടുള്ള അനുഭവത്തെ ഭയത്തോടെ കാണുന്നതായിട്ടുള്ള സമൂഹം. എന്താണ് നാം ഭയപ്പെടുന്നതായിട്ടുള്ള മരണം? നാം ഭയപ്പെടുന്ന മരണം ശാരീരികമായിട്ടുള്ള മരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ശാരീരിക മരണത്തെക്കാട്ടിൽ ഉപരിയായി മറ്റൊരു മരണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ശാരീരിക മരണത്തെ അവന് ഭയപ്പെടേണ്ടതായിട്ടില്ല. അതിനേക്കാട്ടിൽ ഉപരിയായിട്ട് മനുഷ്യന് ആത്മീയമായിട്ടുള്ളൊരു മരണമുണ്ട് എന്ന് അത് പറയുന്നു. അഥവാ ആത്മാവിൻ്റെ മരണം എന്നുള്ളത്. അതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള, നാം ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്ന്. ശാരീരിക മരണം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു ഉറക്കം പോലെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആത്മാവിൻ്റെ മരണമോ അത് എന്നേക്കുമുള്ള നിത്യമായിട്ടുള്ള ഒരു നാശത്തിൻ്റെ അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ വിവിധമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അത് നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇതിനെ വ്യക്തമാക്കുന്ന പല ഭാഗങ്ങളൊക്കെയും വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയതായുള്ള സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറയുകയുണ്ടായി, 2 വാതിലുകൾ, 2 വഴികൾ അതേ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഒന്ന് നാശത്തിലേക്ക് പോകുന്നതായിട്ടുള്ള വാതിൽ, മറ്റേത് അതേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള വാതിൽ. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ മരണത്തെയും ജീവന്റെ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള അതേ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 30-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, അതുപോലെ 8-9 വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ജീവനും മരണവും അതേ വെച്ചിരിക്കുന്നു. ജീവന്റെ അനുഭവവും മരണത്തിന്റെ അനുഭവവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഇവിടെയും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മരണം
ആത്മീയമായിട്ടുള്ള മരണത്തെക്കുറിച്ചാണ്. എന്താകുന്നു ഈ ആത്മീയമായിട്ടുള്ള മരണം? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ ശരീരം, ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 അവസ്ഥകളിലാണ്. ദേഹം, ദേഹി, ആത്മാവ്. ഇതിനകത്തെ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളത് ഏതാകുന്നു? മനുഷ്യ ശരീരത്തിന് ഒരു വിലയുമില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. നാം കാണുന്നതായിട്ടുള്ള മൃഗങ്ങൾക്കൊക്കെയും അത് ചത്തു കഴിയുമ്പോൾ അതിൻ്റെ മാംസത്തിനും അതിൻ്റെ തൊലിക്കുമൊക്കെയും വില കൽപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മണ്ണിൽ അടക്കപ്പെടുകയാണ്. അത് യാതൊരു പ്രയോജനവുമില്ലാതെ ചീഞ്ഞളിഞ്ഞ് ചില നാളുകൾക്ക് ശേഷം പൂഴിയായിത്തീരുന്നതായുള്ള അനുഭവമാണ്. എന്നാൽ മനുഷ്യന്റെ വില എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ മനുഷ്യ വിലയെക്കുറിച്ച് അവർ കണക്ക് കൂട്ടിയപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള അതിൻ്റെ ധാതു ഘടകങ്ങളുടെ എല്ലാം കൂടെ കണക്കുകളെടുത്ത് അതിന് കൊടുത്തിരിക്കുന്ന വില എത്രയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ രൂപാക്രമത്തിൽ 6 രൂപ 40 പൈസയുടെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ്ട് അമേരിക്കയിലെ 16 സെന്റിന്റെ വില മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് ഏറ്റവും വിലമതിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള, എത്രമാത്രം വിലയെന്നിനെ കൽപ്പിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള ഒന്നുണ്ട്. അതേതെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിലെയും ദേഹിയുടെയും ഉള്ളിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ പറയുകയുണ്ടായി? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഒരു ലോകത്തിന്റെ വിലയെക്കാട്ടിലൊക്കെയും ഉപരിയായി, അല്ലെങ്കിൽ സർവ്വലോകത്തിന്റെയും അഖിലാണ്ടത്തിന്റെയും ഒക്കെയും വില എത്ര കൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ, അതിനെക്കാട്ടിലൊക്കെയും വിലപ്പെട്ടതായിട്ടുള്ള ഒന്നാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ആത്മാവ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. മറ്റ് മതങ്ങളും ഈ ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ ജീവിതത്തെക്കുറിച്ച് ഒക്കെയും പരാമർശിക്കുന്നുണ്ട്. ആത്മാവിന്റെ രക്ഷ എന്നുള്ളത് മറ്റ് മതങ്ങളുടെയും ക്രമീകരണങ്ങളാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് ഈ റോമർക്ക് എഴുതിയതായിട്ടുള്ള ഈ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാകുന്നു. ആ മരണം ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ആത്മാവിന്റെ മരണത്തെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. എങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത്? ശാരീരിക മരണം സാധാരണയായി രോഗങ്ങളൊക്കെയും ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ശാരീരിക മരണങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ആത്മാവിന്റെ മരണം ഏതു വിധത്തിലാണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മരണത്തിന്റെ കാരണം പാപമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപ സംബന്ധമായി മരിച്ചവർ എന്നാകുന്നു. പാപം എന്നാൽ എന്താകുന്നു? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില അതിൻ്റെ നിർവചനങ്ങൾ എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നതാണ് പാപം. ദൈവത്തിന് വെച്ചിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകളെ ലംഘിക്കുന്നതാണ്, അല്ലെങ്കിൽ ലംഘനമാണ് പാപം. മനുഷ്യൻ ചെയ്യുന്നതായിട്ടുള്ള അകൃത്യമാണ് പാപം. ഇങ്ങനെ പല വിധത്തിൽ പാപത്തെക്കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. മതങ്ങളും മറ്റ് മതങ്ങളും അതുപോലെ തന്നെ ദൈവവചനത്തിലും ചില ഭാഗങ്ങളിലൊക്കെയും പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ജന്മന പാപികളാകുന്നുവെന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുണ്ടായി, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പാപിയാകുന്നു എന്നുള്ളത്. ചിലരെ പറയുന്നുണ്ട് കർമ്മ പാപമാണ്, അല്ലെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള പാപം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം വായിക്കുമ്പോൾ പിറവിയിലെ കുരുടനായിട്ടുള്ള ഒരു മനുഷ്യന്റെ സൗഖ്യത്തെക്കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നുണ്ട്.
അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ഇവന്റെ അപ്പനോ അമ്മയോ അതേ പാപം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ചെയ്തതായുള്ള പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള പാപമായിട്ട് അതേ അവിടെ ചിന്തിക്കുകയാണ്. മറ്റു മതങ്ങളും ഇങ്ങനെയുള്ള അതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദോഷപ്രവൃത്തികൾ ചെയ്യുന്നവർക്കെയും അതേ പാപം അവരുടെ പാപത്തിലാകുന്നുവെന്ന്. ജന്മനാ പാപമോ കർമ്മപാപമോ, എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നതായിട്ടുള്ള പാപത്തെക്കുറിച്ചുള്ള അതേ പഠിപ്പിക്കുക എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അനുസരണക്കേടിനാൽ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. അതിന്റെ ആരംഭം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ദൂത ഗണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നതായിട്ടുള്ള അവിടുത്തെ അതേ ഗായക സംഘത്തിന്റെയും മറ്റു നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ഒരു വലിയ ദൈവദൂതൻ ദൈവത്തോടൊപ്പമായി തീരുവാൻ തക്കവണ്ണം താൻ സ്വയമായി ശ്രമിക്കുകയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തതായിട്ടാകുന്നു ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണത് നിലത്ത് വീണത് എങ്ങനെയെന്ന്. അരുണോദയപുത്രനായിട്ടുള്ളവൻ അല്ലെങ്കിൽ പ്രകാശശോഭിതമായിരുന്നവൻ ദൈവതുല്യനായി തീരുവാനായി സ്വയമായി ശ്രമിച്ച് ദൈവത്തെ അതേ അനുസരിക്കാതെ വന്നപ്പോൾ അനുസരണക്കേടിന്റെ ഫലമായി അതേ പാപം അതേ ആരംഭിക്കുകയാണ്. അത് ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യന് ദൈവം കൊടുത്തതായിട്ടുള്ള ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. റോമാലേഖനത്തിൽ അതേ പൗലോസ് അതിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ നമ്മൾ കാണുന്നതായുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഏകന്റെ ലംഘനത്താൽ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് പാപത്തിന്റെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചാൽ, ദൈവം സൃഷ്ടിച്ചതായുള്ള മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാതെ വന്നപ്പോൾ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് കാണുന്നത്. മനുഷ്യന്റെ ആദ്യ സൃഷ്ടി എന്ന് പറയുന്നത് ആദാമും ഹവ്വയും ആണെന്നല്ലോ. ആദ്യ സൃഷ്ടിയായിട്ടുള്ള ആദാമിൽ കൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അതേ റോമാലേഖനത്തിൽ പൗലോസ് അതേ പ്രത്യേകമായി പരാമർശിക്കുന്നത്. ഈ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഫലമായിട്ട് ഹല്ലേലൂയ അതിന്റെ വശീകരണ ശക്തികൾ ഇന്നും ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഈ മനുഷ്യജാതിയുടെ മധ്യത്തിൽ അതേ കണ്ടിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇന്നും മനുഷ്യനെ അതേ പാപത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള 3 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താകുന്നു ചോദിച്ചാൽ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആദ്യ പിതാവായിട്ടുള്ള ആദാമിന്റെ ഹവ്വയുടെയും ജീവിതത്തിന്റെ ക്രമീകരണത്തിൽ അവരുടെയും ജീവിതത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. അവർക്കുണ്ടായതായിട്ടുള്ള മോഹമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഈ ലോകത്തോടുള്ള ഈ ലോകത്തിന്റെ ഭംഗിയോടുള്ള അതേ ആഗ്രഹമാണ് അവരെ പാപത്തിലേക്ക് നയിച്ചത്. പൈശാചികനായവൻ ഈ ലോകത്തിന്റെ മോഹങ്ങൾ കാട്ടി മനുഷ്യജാതിയെ ഇന്നും അല്ലെങ്കിൽ വശീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളെ നശിപ്പിക്കുന്നത് നമ്മുടെ ജഡത്തിന്റെ അതേ മോഹങ്ങളാണ്. നമ്മുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ മോഹങ്ങളാണ്. നമുക്ക് ജീവിക്കുവാനുള്ള പ്രതാപങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ടുള്ള മോഹങ്ങളാണ് നമ്മളെ അതേ പാപത്തിലേക്ക് നയിക്കുന്നത്. ഈ പാപത്തിന്റെ ഫലം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അത് പരാമർശിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ശിംശോൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി. അവന് അതെ ഫെലിസ്ത്യരെയൊക്കെയും തോൽപ്പിക്കുവാൻ തക്കൊണ്ട് ദൈവം അവന്റെ ആത്മാവിന്റെ ശക്തി, ആത്മീയമായിട്ടുള്ള ശക്തി, ബലം, അതേ ശാരീരികമായിട്ടുള്ള ബലവും അവന് നൽകിക്കൊടുത്തു. എന്നാൽ അവന്റെ മുമ്പിൽ അവന്റെ ജഡമോഹത്തിന്റെ ഫലമായി അവൻ പാപത്തിലേക്ക് നയിക്കപ്പെട്ടു. അവന് ലഭിച്ചിരുന്നതായിട്ടുള്ള ശക്തികളെല്ലാം നഷ്ടമായി. അഥവാ അവൻ പാപസംബന്ധമായി അതേ മരിച്ചൊരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. എന്താണ് അവനെ സംഭവിച്ചതെന്നറിയാമല്ലോ. അവൻ അങ്ങനെ മോഹനനായി തീർന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവന്
അതേ വെറും നിസ്സാരമായി കരുതിയിരുന്നതായിട്ടുള്ള ശത്രു സൈന്യം അവനെ കീഴ്പ്പെടുത്തി. എന്തു സംഭവിച്ചു? അവനെ അവർ അതേ ചങ്ങലകളാൽ ബന്ധിച്ചു. അവനെ കൊണ്ടുപോയി അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു. അവനെ അതേ മാവ് അരയ്ക്കുന്നതായിട്ടുള്ള തൊഴിലിലേക്ക് അതേ അവനെ ആക്കി തീർത്തു. പാപം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ സ്ഥാനങ്ങളിലേക്കാണ്. Sin binds, sin blinds and sin guides. പാപം നമ്മളെ അതേ ബന്ധിക്കും. പാപം നമ്മളെ അതേ നമ്മുടെ കാഴ്ചയെ നഷ്ടപ്പെടുത്തും. പാപം നമ്മളെ അതേ അരച്ചു കളയുന്നതായുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് അതേ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനുഭവം. അതുകൊണ്ട് ഒരിക്കൽ ഭൂമിയിൽ പ്രവേശിച്ചതായിട്ടുള്ള പാപം ഇന്നും നിലകൊള്ളുന്നതിനാൽ മനുഷ്യൻ അതേ ഈ പാപത്തിന്റെ അധീനതയിലായിരിക്കുന്നു, അല്ലെങ്കിൽ അധീനതയിലാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ അതേ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാകുന്നു. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ 6-ാം അധ്യായത്തിൽ തന്നെ എൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോഴും എല്ലാം കാണുന്നതൊന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിനൊരു ഫലം അതേ വെച്ചിരിക്കുന്നു എന്നുള്ളത്. പാപത്തിന്റെ ഫലം എന്താണ്? അതേ പാപത്തിന്റെ ഫലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പാപത്തിന്റെ ഫലമോ അതിൻ്റെ ശമ്പളമോ അത് മരണമാകുന്നു എന്നുള്ളതാണ്. നാം എന്ത് ചെയ്താലും അതിനൊരു പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് പാപം ചെയ്യുന്നവന് ലഭിക്കുന്നതായുള്ള പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് മരണമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അതേ വ്യക്തമായിട്ട് അതേ പറഞ്ഞിരിക്കുകയാകുന്നു. ഈ മരണം ശാരീരിക മരണത്തെ അല്ല സൂചിപ്പിക്കുന്നത്. അവന് നഷ്ടപ്പെടുന്ന വിലപ്പെട്ടതായിട്ടുള്ള ആത്മാവിന്റെ അതേ വേർപാടിനെയാണത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന് അതെല്ലാം സമൃദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും, അവന് ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും അവന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും, അവന് ശാരീരികമായിട്ടുള്ള സൗന്ദര്യവും ബലവും ആരോഗ്യവും ഒക്കെ ഉണ്ട് എന്ന് തന്നെയും, അവന്റെ വിലപ്പെട്ടതായ ആത്മാവ് അത് ജീവിക്കുന്നില്ല എങ്കിൽ, അത് നഷ്ടമായാൽ അവന്റെ ജീവിതം അതേ പ്രയോജനമില്ലാത്തതായി തീരുന്നു. അഥവാ അവൻ മരണത്തിന് അധീനനായിത്തീരുന്നു എന്നുള്ളതാകുന്നു അത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ മരണത്തിന്റെ കാരണം പാപസംബന്ധമാണ്, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാകുന്നു എന്നുള്ളതാകുന്നു. റോമിലെ വിശ്വാസികൾക്ക് വേണ്ടി താൻ എഴുതുമ്പോഴാണ് പറയുന്നത്. ആ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞ കാലിലെ അനുഭവം എന്താകുന്നു എന്നുള്ളത് ഓർപ്പിക്കുകയാകുന്നു. ഒരുപക്ഷെ ഈ ദൈവവചനം കേൾക്കുന്നതായാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. എന്നാൽ ഈ സമയത്ത് നമ്മളെ തന്നെ അതേ തിരിഞ്ഞ് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതായത് നാം ഒരു സമയത്ത് പാപജീവിതം നയിച്ചവരും പാപസംബന്ധമായിട്ട് മരിച്ചവരുമായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇന്നും അങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിക്കുന്നവരാകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ അതേ പാപസംബന്ധമായിട്ട് മരിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ? അതേ ആത്മാവിനെ നഷ്ടപ്പെടുത്തതായിട്ടുള്ള അനുഭവത്തിലാകുന്നുവോ എന്നുള്ളത് ദൈവം തൂക്കി നോക്കുന്നത് നിന്റെ ആത്മാവിന്റെ വിലയാകുന്നു. ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള നമ്മുടെ ദേഹവും ദേഹിയും ഒക്കെയും അത് വിലപ്പെട്ടതായി ദൈവം കാണുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെക്കാട്ടിലൊക്കെ അവന്റെ വിലപ്പെട്ടതായിട്ടുള്ളത് അവൻ നമ്മൾ ഊതി തന്നതായിട്ടുള്ള അവന്റെ ജീവശ്വാസമാകുന്ന, അല്ലെങ്കിൽ അവൻ നമുക്ക് അതേ നമ്മുടെ തന്നിരിക്കുന്നതായിട്ടുള്ള അവന്റെ ആത്മാവിന്റെ അനുഭവമാണ് വിലപ്പെട്ടതായിട്ടുള്ള ഒന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാകുന്നു. നമ്മുടെ ജീവിതം ഇന്ന് പാപസംബന്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറേണ്ട സമയം അതേ ഇപ്പോൾ തന്നെയാണ്. പാപസംബന്ധമായി മരിച്ചതായിട്ടുള്ള മനുഷ്യ ജീവിതത്തെ ആ മരണത്തിൽ നിന്ന് ജീവിപ്പിക്കുക എന്നുള്ളത് ദൈവം തന്റെ പദ്ധതിയിൽ ആഗ്രഹിച്ചതായിട്ടുള്ള വലിയൊരു സംഗതിയാകുന്നു. ദൈവത്തിന്റെ വചനം ആദ്യം മുതൽ പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതേ നമ്മൾക്ക് അതേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മരിച്ച മനുഷ്യനെ ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത് ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നതുമാണ് ദൈവത്തിന്റെ വചനം. ആദിമ പഴയ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ കൊള്ളുന്നതായിട്ടുള്ള അതേ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ അവന്റെ ജീവൻ അവന്റെ രക്തത്തിലാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് മരിച്ച മനുഷ്യന്
ശാരീരികമായ മരണത്തിലാണെങ്കിൽ തന്നെയും നമുക്കിന്നറിയാമല്ലോ, അവന് ജീവിക്കുവാനായിട്ടൊക്കെയും രക്തം നമ്മൾ ദാനം ചെയ്യാറുണ്ട്. എന്നതുപോലെ ആത്മീയമായുള്ള മരണത്തിനും അതേ രക്തം ആവശ്യമുണ്ട്. കാരണം ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാകും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള യാഗങ്ങൾ. മറ്റ് മതങ്ങളിലും ഇതുപോലെയുള്ള യാഗങ്ങളൊക്കെയും അതേ പറയുന്നുണ്ട്. ഈ യാഗങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഊനമില്ലാത്തതായിട്ടുള്ള മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ യാഗം കഴിക്കുമ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടതായിട്ടുള്ള ആത്മാവ് ജീവനെ അവന് അതേ പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദൈവം അതാണ് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ ദൈവം ആഗ്രഹിച്ചതായിട്ടുള്ള വ്യവസ്ഥ പ്രകാരം അത് നടക്കാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു വലിയ മാർഗം അവൻ കണ്ടെത്തി. മറ്റൊന്നുമല്ല, അവൻ്റെ ഏകപുത്രനായിട്ടുള്ള യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അതേ അവൻ അയച്ചു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവളെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് അത് പേർ കൊടുക്കണം. യേശുവിൻ്റെ പേരിനെ സംബന്ധിച്ചാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അവൻ തൻ്റെ ജനത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ വിടുവിപ്പാൻ അല്ലെ രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേര് കൊടുക്കണം. യേശു ആരാകുന്നു? അവൻ ദൈവത്തിൻ്റെ ഏകപുത്രനായിട്ടുള്ള മകനായി ഈ ഭൂമിയിലേക്ക് അതേ അവൻ അയച്ചതായിട്ടുള്ള വ്യക്തിയാണ്. അവൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, പാപത്തിന് സംബന്ധമായിട്ടുള്ള മരിച്ച മാനവരാശിയെ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാകുന്നു. അല്ലെങ്കിൽ പാപത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനായിട്ടാകുന്നു യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചതായുള്ള കുറിവാക്യത്തിൽ തന്നെ അതേ പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്, എന്നാൽ ഇന്ന് ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതേ ക്രിസ്തു മൂലം നിങ്ങൾ ജീവിക്കുന്നു എന്നതാണ്. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ഇന്ന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടാകുവാനുള്ള കാരണം എന്താകുന്നത് ചോദിച്ചാൽ ദൈവം അയച്ചതായിട്ടുള്ള പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ കൂടിയാണ് ആ ജീവൻ എന്നുള്ളതാകുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവൻ പ്രവർത്തിച്ചതായ പ്രവർത്തനങ്ങളൊക്കെ എന്തിനെന്ന് ചോദിച്ചാൽ പാപത്തിൽ മരിച്ചതായുള്ള മനുഷ്യനെ ജീവന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടായിരുന്നു അവന്റെ പ്രവർത്തികളൊക്കെ. അവന്റെ പ്രസംഗങ്ങളിലും അവന്റെ പ്രവർത്തികളിലും അവൻ പരാമർശിക്കുന്നതായുള്ള ഒരു വലിയ വ്യക്തമായ കാര്യമുണ്ട്. ഞാൻ കടന്നു വന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജീവൻ തരുവാനായിട്ടും സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരുവാനായിട്ടുമാകുന്നു. അതെ, ഞാൻ ഇവിടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് അതേ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനായിട്ടും അതേ സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരുവാനായിട്ടുമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പൈശാചികനായവൻ ശത്രുവായവൻ ഈ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തെ തകർത്ത് കളയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനായിട്ടും അതേ ശ്രമിക്കുമ്പോൾ മനുഷ്യപുത്രൻ വന്നത് മനുഷ്യന് ജീവൻ നൽകുവാനായിട്ടും സമൃദ്ധിയായിട്ടുള്ള ജീവൻ നൽകുവാനായിട്ടുമാകുന്നു അതേ വന്നിരിക്കുന്നത്. പാപസംബന്ധമായിട്ടുള്ള മരിച്ചവർ യേശു ക്രിസ്തു മൂലം ജീവിക്കുവാനായി ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമായിട്ടുള്ളവൻ. ഞാനാണ് ജീവൻ എന്ന് അതേ കർത്താവ് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിന്റെ അതേ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മനുഷ്യപുത്രനാകുന്ന എൻ്റെ മാംസവും രക്തവും കുടിച്ചാൽ അതേ നിങ്ങൾ തിന്നുകയും ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുക. യേശു ക്രിസ്താവ് അതെ നമ്മുടെ ജീവിതത്തിൽ അതെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ
അതിൽ കൂടിയാകുന്നു പാപത്തിന്റെ സംബന്ധമായി മരിച്ച ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് നമുക്ക് അതേ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുമെന്നുള്ളത്. യേശു കർത്താവിനെ കൈക്കൊള്ളുമ്പോഴാണെന്നു ഈ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത്. എൻ്റെ വചനം അതെ കൈക്കൊണ്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവർക്ക് അതേ ജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്ന് അവിടെ പരാമർശിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വാക്യമാണ് അതിന്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് നൽകുവാൻ തക്കവണ്ണം അത്രക്കും ലോകത്തെ സ്നേഹിച്ചുവെന്ന്. അതുകൊണ്ട് അവന്റെ പുത്രനായ യേശുവിനെ അതേ കൈക്കൊള്ളുന്നതായിട്ടുള്ള ജീവിതത്തിനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് പാപസംബന്ധമായ മരണത്തിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് അതേ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. യേശു അതേ ജീവനാണ്. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ അതേ ഉൾക്കൊള്ളുമ്പോഴാകുന്നു അതേ നമുക്ക് ആ നഷ്ടപ്പെട്ടതായിട്ടുള്ള ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് അതേ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവ്യവസ്ഥ പ്രകാരം യാഗം നടക്കണമല്ലോ അതേ മനുഷ്യന് നഷ്ടപ്പെട്ട ജീവൻ ലഭിക്കാനായിട്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അതേ വലിയൊരു യാഗമാണ് അതേ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അവിടെയൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ച് വളരെയധികം അത് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. യേശു കർത്താവ് അവനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ അർപ്പിച്ചതായിട്ടുള്ള യാഗം ഊനമില്ലാത്തതായിട്ടുള്ളൊരു യാഗമായിരുന്നു. അവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചുവെങ്കിൽ തന്നെയും മനുഷ്യനെക്കാട്ടിൽ അവന് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ പാപമൊഴിയെ സകലത്തിലും നമുക്ക് തുല്യമായി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് അവൻ പാപമില്ലാത്ത മനുഷ്യനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ പാപികളോട് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് ലോകം അവനെക്കുറിച്ച് അപവാദങ്ങളൊക്കെയും പറഞ്ഞുവെങ്കിൽ തന്നെയും അവനെ സംബന്ധിച്ചിടത്തോളം പാപമില്ലാത്തവനായിരുന്നുവെന്ന് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ലോകത്തിന്റെ ന്യായാസനത്തിൽ ഇരുന്നതായിട്ടുള്ള പീലാത്തോസ് അവനെ അത് വിസ്തരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇവൻ നീതിമാനായിരുന്നു, ഇവന്റെ രക്തത്തിൽ ഞാൻ ഒരു കുറ്റവും ഇവനിൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനെ ക്രൂശിൽ തറച്ച് അവൻ ജീവൻ വേർപെട്ടപ്പോൾ അവന്റെ വിലാപ്പുറത്ത് കുത്തിയതായിട്ടുള്ള പടയാളി അവനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, ഇവൻ പാപമില്ലാത്തവനായിരുന്നുവെന്ന് അതെ അവൻ വ്യക്തമാക്കുകയാണ്. വിശുദ്ധ പത്രോസ് താൻ എഴുതിയതായുള്ള ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ അതെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ഏറ്റവും വിലയേറിയതായിട്ടുള്ള രക്തം, വെള്ളി പൊന്നെ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുവിന്റെ വിലയല്ല, അതിനെക്കാട്ടിൽ വിലയേറിയതായിട്ടുള്ള യേശുവിന്റെ രക്തം അതേ നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അതേ മതിയായതായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ പാപസംബന്ധമായി മരിച്ചവരാകുന്നുവെങ്കിൽ തന്നെയും ഇന്ന് നമ്മുടെ അവസ്ഥ ആ രീതിയിലാകുന്നുവെങ്കിൽ തന്നെയും ഹല്ലേലൂയ, അവസ്ഥയിൽ നമുക്ക് വിടുവിക്കുവാൻ തക്കവണ്ണം കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവന്റെ രക്തം നമുക്ക് വേണ്ടി കർത്താവിൽ കൂടി ഒഴുക്കപ്പെട്ടിരിക്കുകയാകും. അതെങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? അതാണ് യോഹന്നാൻ വിവരിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് അത് സാധിതമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുമെന്ന്. അതുകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്തത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഏവർക്കും പാപസംബന്ധമായ മരണത്തിൽ നിന്ന് വിടുതലുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ അതെ വിശ്വസിക്കുക എന്നുള്ളത് അത് തന്നെയാകുന്നുവല്ലോ. 5-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലും വായിക്കുന്നത്, എന്റെ വചനം കൈക്കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവന്റെ അനുഭവമുണ്ട് എന്നുള്ളത്. എന്റെ വചനം കൈക്കൊണ്ട് എന്റെ പിതാവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവന്റെ അനുഭവമുണ്ട് എന്നുള്ളത് അതെ പറയുകയാകുന്നു. 17-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ
അവിടെ നിത്യജീവനെ കുറിച്ച് വളരെ പരാമർശിക്കുന്ന ഒരു വാക്യമാകുന്നു. എന്താകുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്നെ അയച്ച പിതാവിനെയും എന്നെയും കൈക്കൊള്ളുന്നതാണ് നിത്യജീവന്റെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുക. കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ അത് നമുക്ക് പാപസംബന്ധമായ മരണത്തിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. നശ്വരമല്ലാത്തതായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്തതായുള്ള ജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ